കോഴിക്കോട് കുന്നമംഗലത്ത് വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന കുടുംബത്തിന് അത്താണിയായി സന്നദ്ധ പ്രവർത്തകർ. മായനാട് പുതിയ വാടക വീട് എടുത്ത് നൽകിയതോടെ 2 പെൺകുഞ്ഞുങ്ങളടങ്ങുന്ന കുടുംബം അങ്ങോട്ട് മാറി. ഓട്ടോറിക്ഷയിൽ അന്തിയുറങ്ങുന്ന കുടുംബത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ടർ നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു. സാനിയോ മനോമിയുടെ റിപ്പോർട്ട്. ഓട്ടോയിൽ അന്തി ഉറങ്ങേണ്ടി വന്ന ദുരവസ്ഥയുള്ള കുടുംബത്തിന് ഇനി മുതൽ സ്വന്തമായി, അതായത് തൽക്കാലത്തേക്ക് ഒരു വീട്ടിലേക്ക് അഭയം പ്രാപിക്കാൻ അവരുടെ DLSAയും അതുപോലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ സഹായിച്ചിരിക്കുകയാണ്. തൽക്കാലത്തേക്കാണ് ഈ വീട്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റ് നല്ല വാടക വീട് നോക്കുമെന്നാണ് സന്നദ്ധ സംഘടനകളൊക്കെ നൽകിയിരിക്കുന്ന ഉറപ്പ്. തൽക്കാലത്തേക്കൊരു ഇന്ന് രാത്രി ഉറങ്ങാൻ ഒരു സംവിധാനമായിരിക്കുകയാണ് അല്ലേ? അത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു വീട് വഴിയിൽ കിടക്കുന്നതിനേക്കാളും ഭേദം 2 കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് ഒരു കിടങ്ങാനൊരു തല ചായ്ക്കാൻ ഒരു ഇടം കിട്ടുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. തൽക്കാലത്തേക്കാണ് ഈ വീട്, മറ്റ് വേറൊരു നല്ല വീട് നോക്കാം എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഇഷ്ടമൊന്നും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ബാക്കി സാധനങ്ങളും അതൊക്കെ ഓരോരുത്തരായി എത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങളിൽ നിന്ന് പോയിട്ട് ഞങ്ങളടുത്തുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുക. സന്തോഷമുണ്ട് കിടക്കാൻ കഴിഞ്ഞല്ലോ. അപ്പം അവർക്ക് സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രയാസം സ്വാഭാവികമായും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും എന്നറിയാം. DLSA ഭാരവാഹികളൊക്കെ കൂടെ ഉണ്ട്. തൽക്കാലത്തേക്ക് അവർക്കൊരു ആൾക്ക് അന്തി ഉറങ്ങാനൊരു സംവിധാനം ആക്കിയിട്ട് ചെറിയൊരു വാടകയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നോക്കാം. അപ്പോൾ കുട്ടികളെയും കൊണ്ടിട്ട് തെരുവിൽ കഴിയാണല്ലോ. അപ്പോൾ ഇന്ന് സമാധാനത്തോടെ അവർക്ക് ഉറങ്ങാൻ പറ്റും. ഒക്കെ ഒന്നുമില്ല, സാധനങ്ങളൊക്കെ വഴിയെ ഓരോന്നായിട്ട് കട്ടിലൊക്കെ ആയിട്ട് എത്തിക്കാം കേട്ടോ. ഇപ്പം സന്നദ്ധ പ്രവർത്തകൻ നൗഷാദ് ഉണ്ട്. ഒരു സമാധാനം തൽക്കാലത്തേക്ക്. തീർച്ചയായിട്ടും തെരുവിൽ നിന്ന് ചെറിയൊരു വീട്ടിലേക്കായി ഇനി നമുക്ക് അവർക്ക് വേണ്ടി കുറച്ചൊരു സ്ഥലമൊക്കെ സംഘടിപ്പിച്ച് ഒരു വീടുണ്ടാക്കി കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പരമാവധി നമുക്ക് ആ രീതിയിൽ ശ്രമിക്കാം എന്നാണ് പറയാനുള്ളത്. ഏതായാലും വീടും സ്ഥലവും ഒക്കെ ആവാൻ കൂടുതൽ സഹായം ഇവർക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് പഞ്ചായത്ത് അധികൃതരായാലും അല്ലെങ്കിൽ സന്മനസ്സുള്ള ആളുകളായാലും ആ ഒരു സഹായം എത്തിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.